ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ MC എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ പ്രോസ്പെക്ടേഴ്സിൽ നല്ല വിശദമായിട്ട് വായിച്ചിട്ടുണ്ടാവും. പ്രോസ്പെക്ടേഴ്സിൽ പറയുന്നത് കൃത്യമായൊരു സിലബസ് പറയുന്നില്ല. ടോപ്പിക് വൈസ് സിലബസ് നമുക്ക് പ്രോസ്പെക്ടേഴ്സിന് കിട്ടാനുള്ള സാധ്യതയില്ല. പ്രോസ്പെക്ടേഴ്സ് വളരെ ഡീറ്റെയിൽ ആയി 2024 പ്രോസ്പെക്ടേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഇല്ല. പക്ഷെ അവർ എക്സാം പാറ്റേണിൽ പറയുന്നുണ്ട് 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 150 ക്വസ്റ്റ്യൻസിൽ 50% ക്വസ്റ്റ്യൻസ് ഡിഗ്രി കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിൽ വരുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു. ബാക്കി വരുന്ന 50% എന്താണ് മെന്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഗ്രി കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ഭാഗത്ത് വരുന്ന വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഇന്റഗ്രേഷൻ ഓഫ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് +2 ലെവലിലുള്ള ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു എൻട്രൻസ് ലെവലിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ ഫോർമുല ഫസ്റ്റ് നമുക്ക് കുറച്ച് ഫോർമുലകളൊന്ന് പരിചയപ്പെടാം. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇനി വരുന്ന എക്സാമുകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണ് എൻട്രൻസ് ലെവലിലെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഫോർമുലകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഫസ്റ്റ് ഫോർമുല ഇന്റഗ്രൽ 0 to π/2 എന്താണ് sin nx dx. സെയിം രണ്ടുപേരുടെ ഒരേ ഫോർമുലയാണ്. ഇന്റഗ്രൽ 0 to π/2 cos nx dx. അതുകൊണ്ട് രണ്ടും ഒന്നിച്ചിട്ട് വേറെ വേറെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരുപാട് അധികം പഠിക്കേണ്ട. രണ്ടും എന്താണ് ഒരേ ഫോർമുലയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫോർമുല പഠിച്ചാൽ മതി. അപ്പോൾ ഇന്റഗ്രൽ 0 to π/2 sin nx dx എന്ന് പറയുന്നതും ഇന്റഗ്രൽ 0 to π/2 cos nx dx എന്ന് പറയുന്നതിനും എന്താണ് ഇവിടെ വരുന്ന n എന്ന് പറയുന്ന നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് n-1/n ഇൻറ്റു n-3/n-2 ഇൻറ്റു ഇൻറ്റു ആണ് n-5/n-4 എക്സെട്ര. അവസാനം എന്താണ് 2/3 എന്ന് വരും. അതുപോലെ ഇവിടെ എന്താണ് n ഈവൺ ആണെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ഈവൺ ആണെങ്കിൽ n-1/n ഇൻറ്റു n-3/n-2 ഇൻറ്റു n-5/n-4 ഇൻറ്റു അവസാനം എന്ത് ചെയ്യും 1/2 ഇൻറ്റു π/2 എന്നാണ് വരിക n ഈവൺ ആണെങ്കിൽ. അപ്പോൾ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് 0 to π/2 എന്താണ് sin 5x എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് സാധാരണ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഒന്നും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ലിമിറ്റ് 0 to π/2 ആണെങ്കിൽ നമ്മുടെ n എന്ന് പറയുന്നത് ഇവിടെയുള്ള n എന്ന് പറയുന്നത് എന്താണ് ഓഡ് നമ്പറാണ്. n ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, 5 കൊടുക്കുകയാണെങ്കിൽ n-1 എന്ന് പറയുമ്പോൾ 4/5 എന്ന് വരും. ഓക്കെ, അടുത്തത് എന്ത് വരും, അടുത്ത വാല്യൂ കൊടുക്കുന്ന സമയത്ത് n-3 ആണ്. n-3 എന്ന് പറഞ്ഞാൽ എന്ത് വരും 2 വരും. 2/n-2 എന്ന് പറഞ്ഞാൽ എന്ത് വരും 3 വരും. അവസാനിച്ചു, ലാസ്റ്റ് ടേം ആയി. ഓക്കെ, രണ്ട് ടേമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 8/15 എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതേപോലെ ഇന്റഗ്രൽ 0 to π/2 എന്താണ് സൈൻ ഒരു 8x dx എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏത് ഫോർമുല യൂസ് ചെയ്യാം, നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ 8 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. ഓക്കെ, 8 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 8-1 എന്ന് പറഞ്ഞാൽ എന്ത് വരും 7 വരും. 8-1 7 ബൈ എന്ത് വരും 8 വരും ഇൻറ്റു പിന്നെ എന്താണ് n-3 ആണ്. കാരണം 2 ആണ് കൂടിയത്, 1 3 5 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും 7/8 വരും. പിന്നെ ആരാ n-3 എന്ന് പറഞ്ഞാൽ 8-3 എന്ന് പറഞ്ഞാൽ എന്ത് വരും 5 ആണ് വരിക. 5 എന്ത് വരും 8-2 എന്താ വരിക 6 ആണ് വരിക ഇൻറ്റു ഇവിടെ എന്ത് വരും n-5 ആണ്. n-5 എന്ന് പറയുമ്പോൾ എന്ത് വരും 3 ആണ് വരിക. 3 എന്ത് വരും n-4 ആണ്. അപ്പോൾ എന്ത് വരും 4 വരും ഇൻറ്റു അടുത്തത് ആരായിരിക്കും, നമുക്കറിയാവുന്നതാണ് n-7 എന്നാണ് വരിക. n-7 എന്ന് പറഞ്ഞാൽ എന്ത് വരും 1 വരും. 1 ബൈ പിന്നെ എന്ത് വരും താഴെ അറിയേണ്ടവ n-6 ആണ്. n-6 എന്ന് പറഞ്ഞാൽ 8 - 6 ആണ്. അപ്പോൾ എന്ത് വരും 2 വന്നു. ഇവിടെ അവസാനിച്ചു. ഇൻറ്റു എന്ത് വരും 5/2 നമ്മൾ 5/2 ചേർത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ എഴുതണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 5 അല്ല ക്യാൻസൽ ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ 2 വരും. സോറി, ഇവിടെ 2 അല്ല, ഇവിടെ 2 വരും. ഓക്കെ, പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 7 × 5 35 1 5. അത് വരും ഇവിടെ 1 പയ്യ ഉണ്ടാവുക. 35
5 വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. 8 2 എത്ര വരും? 16. ഓക്കെ, 16 ഇൻറ്റു 4 എത്ര വരും? 64 വരും. 64 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 128 വരും. 128 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 256 വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫോമുലകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ കോസിന്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. കോസ് റേസ് ടു ഒരു 7x dx ഒക്കെ എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതേപോലെ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ഓഫ് കോസ് 5/2 ഫോമുല പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോസ് 12x dx ഇത് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എക്സസൈസ് ആയിട്ട് ചെയ്ത് നോക്കുക. സെയിം ഫോമുലയാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. രണ്ടിനും എന്താണ്? സെയിം ഫോമുലയാണെന്ന് മനസ്സിലാക്കുക. ഇന്റഗ്രൽ 0 to π/2 sin nx, ഇന്റഗ്രൽ 0 to π/2 cos nx സെയിം ഫോമുലയാണ്, മാറിപ്പോകരുത്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ടൈപ്പാണ് ഇന്റഗ്രൽ ഓഫ് ടാൻ nx dx, ഇന്റഗ്രൽ ഓഫ് കോട്ട് nx dx. ഇത് ഒന്നിച്ച് എഴുതിയിരിക്കുന്നത് അതിലൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോസിന്റെതും സൈനിന്റെതും നമ്മൾ ഒന്നിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇവിടെ n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇവിടെയും എന്താണ്? n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കോസിന്റെയും സൈനിന്റെയും ഒരുപോലെ എഴുതി. പക്ഷെ ഇവിടെ എന്തില്ല? എന്നിലേക്കുള്ള ഫോമുലകൾ ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്? ഇന്റഗ്രൽ ഓഫ് 0 to π/2 ഒന്നുമില്ല, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. എന്താണ്? ഇന്റഗ്രൽ ടാൻ nx dx എന്ന് പറഞ്ഞാൽ ടാൻ റേസ് ടു n - 1x ബൈ n - 1 മൈനസ് ഇന്റഗ്രൽ ടാൻ റേസ് ടു n - 2x dx ആണ്. അതേപോലെ തന്നെ കോട്ടിൻ്റെതും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നമുക്ക് വേറെയുള്ള ഫോമുലകളൊന്നും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു എൻട്രൻസിനൊക്കെ ചോദിക്കാം. അപ്പൊ 6 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചധികം ചെയ്യേണ്ടി വരും. പക്ഷേ എന്താണ്? ഇത് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ ടാൻ റേസ് ടു 4x എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യാം? വേറെ ഫോമുലകളൊന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ഫോമുല നമ്മൾ അറിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്ത് വരും? ഇവിടെ n മൈനസ് എന്ന് പറഞ്ഞാൽ 3x വരും. ഇവിടെ എന്ത് വരും? 3 വരും. ഓക്കെ, പിന്നെന്താ വരിക? ഇവിടെ ഇന്റഗ്രൽ ഓഫ് ടാൻ റേസ് ടു n - 2 എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ x dx എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻ റേസ് ടു 3x ബൈ 3 എന്ന് എഴുതാം, മൈനസ് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ സ്ക്വയർ x എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? sec സ്ക്വയർ x മൈനസ് 1 dx എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാരണം എന്താണ്? നമുക്കൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ x ഈസ് ഈക്വൽ ടു എന്താണ്? sec സ്ക്വയർ x ആണ്. ഈസ് ഈക്വൽ ടു sec സ്ക്വയർ x ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ x എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ x മൈനസ് 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ sec സ്ക്വയർ x നമുക്ക് അറിയാവുന്നതാണ്. ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരുടെ ഡെറിവേറ്റീവ് ആണ്? sec സ്ക്വയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അപ്പോൾ എന്ത് വരും? അതിന്റെ ആൻസർ എന്താ? tan x പ്ലസ് c ആണ്. tan x പ്ലസ് c. tan x ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ വരും? tan സ്ക്വയർ x tan ക്യൂബ് x ബൈ 3 മൈനസ് എന്താണ് വരിക? ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x dx മൈനസ് ഇന്റഗ്രൽ 1 dx എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. tan ക്യൂബ് x ബൈ 3 മൈനസ് എന്ത് വരും? tan x മൈനസ് എന്ത് വരും? x എന്ന് വരും. സോറി, മൈനസ് അല്ല, ഇവിടെ പ്ലസ് ആണ് വരിക. ഓക്കെ, ഈ മൈനസും കൂടി ചേരുന്ന സമയത്ത് പ്ലസ് ആണ്. പ്ലസ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ സി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എൻട്രൻസിൽ ചോദിക്കാൻ പറ്റും. ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാം. കാരണം നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ ടാനിന്റെ ഐഡന്റിറ്റികളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് കോട്ട് റേസ് ടു 4x dx. ഓക്കെ, വളരെ പെട്ടെന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓഫ് കോട്ട് റേസ് ടു 4x dx എന്നാണ്. ഈ ഫോമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫോമുല അറിയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത റിഡക്ഷൻ ഫോമുലയാണ് ഇന്റഗ്രൽ ഓഫ് സീക്കൻ x dx എന്ന് പറയുന്നത്. ഫോമുല ഇതാണ്. ടാൻ x എഴുതി വെച്ച് പഠിക്കുക. ടാൻ x ഇൻറ്റു sec raised to n minus 2x by n minus 1 plus n minus 2 by n minus 1 ആണ്. സോറി, n minus 2 by n minus 1 ഇൻറ്റു sec raised to n minus 2x dx ആണ്. അതേപോലെ കോസിന്റെയാണ്. cosec x ന്റെയാണ്. cosec x raised to nx dx എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കണം, കോ എന്ന് പറയുന്ന സൗണ്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? നെഗറ്റീവ് വരാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെ നെഗറ്റീവ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ചേർക്കുന്നു. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. കൂടി എന്തുണ്ട്? ഒരു നെഗറ്റീവ് ഉണ്ട്. ഇനി ഇവിടെയും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന എൻട്രൻസിന് വളരെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ ഓഫ് sec raised to 4x dx. sec raised to 4x dx എന്ന് ചോദിച്ചാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് മാറും. എങ്ങനെയാ വരിക? tan x എന്ത് വരും? sec raised to 2x n minus 2 എന്ന് പറയുമ്പോൾ ഇവിടെയും എന്താണ്? n എന്ന് പറയുന്നത്
പോസിറ്റീവ് ഇൻഡിജറേ വരാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ ഫോർമുലകൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് എല്ലാ കേസിലും പോസിറ്റീവ് ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ടാൻ എക്സ് സീക്സ് സ്ക്വയർ എക്സ് ബൈ എന്ത് വരും, n മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 വരും, പ്ലസ് n മൈനസ് ടു എന്ന് പറഞ്ഞാൽ 2 വരും, n മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 വരും. ഇവിടെ എന്ത് വരും, ഇന്റഗ്രൽ സീക്ക് റേസ് ടു n മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്, 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2x dx. ഡയറക്റ്റ് ഫോർമുലയുള്ള ആളാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഒറ്റയടി ക്യാൻസൽ ചെയ്താൽ ടാൻ എക്സ് സീക്ക് റേസ് ടു 2x ബൈ എന്ത് വരും, 3 പ്ലസ് 2/3 ഇൻറ്റു എന്ത് വരും, ഇന്റഗ്രൽ ഓഫ് 6 സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ് പ്ലസ് സി എന്ന് വരും. ഇതാണ് എന്ത് ഫോർമുല. ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുല അറിയുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിട്ട് എഴുതാം, കൊസീക്ക് റേസ് ടു 4x dx. പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. കാരണം എന്താ, ഇവിടെ ഡയറക്റ്റ് ഒറ്റ വരിയിൽ എഴുതുന്ന സമയത്ത് ആൻസർ കിട്ടും. അപ്പോൾ ഒരു 1 മിനിറ്റിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. ഈ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണത്. 6 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ കുറച്ചധികം ചെയ്യേണ്ടി വരും. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഫോർമുല നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതിനുശേഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.